അത് പഠിക്കടിക്കും പാർട്ടായിട്ടാണ് കയറിപ്പോയിരുന്നത്. പിന്നെ റിസർച്ച് ഓഫീസർ, പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ. പിന്നെ അവിടുന്ന് ഏത് കാലഘട്ടത്തിലപ്പോ അത് കഴിഞ്ഞിട്ട് ഐ വാസ് ആക്ടിങ് ആസ് ഡയറക്ടർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട്. ആ കാലത്താണ് ഞാൻ പിന്നെ ജോലി ചെയ്തത്. എക്കണോമിക് ടൈംസിലേക്ക് മാറി. എക്കണോമിക് ടൈംസിലേക്ക് പോയി. അവിടെ കുറച്ചു കാലം വർക്ക്. എക്കണോമിക് ടൈംസിലേക്ക് കയറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റിസർവ് ബാങ്കിനേക്കാൾ വളരെയധികം ശമ്പളം തന്നിട്ടാണ് എന്നെ അവർ വിളിച്ചത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി വെറും ശമ്പളം കൂടുതലിന് വേണ്ടി ജോലിക്ക് അറിയാറ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, മാംഗ്ലൂരിൽ. ഇപ്പോൾ ബാംഗ്ലൂർ. അവിടെ സാർ നിരന്തരമായിട്ട് ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ടോ? അവിടെ വളരെയധികം ലേഖനം അന്നന്ന് ലോകത്തിന്റെ ചലനങ്ങൾ കേട്ടിട്ടുള്ള മറ്റു ചില ആളുകൾ കൂടി ചില പുസ്തകരചന വരെ നടത്തിയിട്ടുണ്ടല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എക്കണോമിക് ടൈംസിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് UN അപ്ലൈ ചെയ്ത് ഐക്യരാഷ്ട്രസഭയിൽ. അവിടെ സാർ ഏത് പോസ്റ്റിലാണ്? അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ടെക്നിക്കൽ അഡ്വൈസർ എന്നുള്ള ജോലിയിലാണ് ചേർന്നത്. അമേരിക്കയിലല്ലേ ജോയിൻ ചെയ്ത്? അല്ല, എന്നെ പോസ്റ്റ് ചെയ്തിരുന്നത് സാമ്പിയയിലാണ്. അവിടുത്തെ അഡ്വൈസർ ടു ദ ഗവൺമെന്റായിട്ട്. പിന്നെ അങ്ങനെ ഡാനിയിൽ പോസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ ന്യൂയോർക്കിൽ ഇട്ടു. ഏതാണ്ട് ഞാനൊരു ഫീൽഡ് സ്റ്റാഫിലെ ആളുമാരെയാണ് എൻ്റെ ജോലിയുടെ ഹെഡ്ക്വാർട്ടേഴ്സും കുറെ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് ടെക്നിക്കൽ അഡ്വൈസർ എന്നുള്ള ഡെസിഗ്നേഷൻ പ്രൊമോഷൻ. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും സാറ് വർക്ക് ചെയ്തിട്ടില്ലേ? ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് പോർട്ട് ഓഫ് സ്പെയിൻ, ട്രിനിഡാഡ് ടൊബാഗോ എന്ന് പറഞ്ഞ രാജ്യത്ത് സൗത്ത് ആഫ്രിക്കയിൽ കുറെ കാലം ഉണ്ടായിരുന്നു. അവിടെയുണ്ട് ഈ പോർട്ട് ഓഫ് സ്പെയിനിലുള്ള മലയാളികൾ മൂന്നാല് ഫാമിലീസ്. ഒരു കൊച്ചു രാജ്യമാണ്, ഈ ഭൂമിയിൽ നേരെ അടിയിലുള്ള സ്ഥല. അന്നും സാറ് ഈ ഉള്ളൂരും ആശാനും ഒക്കെ എന്റെ കൂടെ ഉണ്ട്. എല്ലാവരും വള്ളത്തോട് അല്ല, ആശാൻ, വള്ളത്തോട്, ഉള്ളൂര്, ചങ്ങമ്പുഴ മുതലായവരൊക്കെ സാറിന്റെ കൂടെ ഉണ്ട്. അപ്പൊ അന്ന് അവിടെ സാഹിത്യ പ്രവർത്തനമൊന്നുമില്ല, വായിക്കില്ല. ചിലപ്പോ ഇങ്ങനെ ഫ്രണ്ട്സുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ മലയാളികളൊക്കെ ഉള്ള ആളുകളായിട്ട് കൂടും, ഷോകളിലും അങ്ങനെ ആസ്വദിക്കാറുണ്ട് ചില. പക്ഷെ അതിലൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാല് അതൊക്കെ സർപ്രൈസിങ്ങാ. അവിടെയൊക്കെ ഈ പുസ്തകങ്ങളിലൊരു വേറെയുണ്ട്. എന്നാലും സാറിന് പക്ഷെ ആ മലയാളത്തിന്റെ സാംസ്കാരിക പൈതൃകം എന്നും കാത്തു സൂക്ഷിക്കുന്നതാണ്. അത് തന്നെ എനിക്ക് എന്റെ ബിഗ്ഗസ്റ്റ് ഹോബി ലൈഫാണ് മലയാളം പോയിട്രി. ഇത്ര കാലമൊക്കെ പുറത്ത് ജീവിച്ച ആളുകള് സാധാരണയൊക്കെ ഈ മലയാളത്തിന്റെ ഈ ഇതൊക്കെ മറക്കുന്നതായിട്ടാണ് പലരും കണ്ടുവരുന്നത്. സാറിനെ പോലെ അപൂർവ ആളുകളാണ് ഈ സാഹിത്യവും ഇതൊക്കെ നിലനിർത്തുന്നത്. അങ്ങനെ 83 സാറ് റിട്ടയർ ചെയ്യുമ്പോ ചീഫ് ടെക്നിക്കൽ അഡ്വൈസർ ആയിരുന്നു അല്ലേ? ഒരു ഡിപ്പാർട്ട്മെന്റ്. അത് എവിടെ റിട്ടയർ ചെയ്തത്? അത് ന്യൂയോർക്കിൽ. അപ്പൊ സാറിന്റെ പല ബന്ധുക്കളും മക്കളൊക്കെ ഇന്ന് പുറം രാജ്യങ്ങളിലാണ്. എന്റെ കുറെ ആളുകൾ അമേരിക്കയിലുണ്ട്, പിന്നെ ലണ്ടനിലുണ്ട്, പിന്നെ ഈ നാട്ടിലുണ്ട്. അതിനുശേഷം 83 ഇവിടെ ബാംഗ്ലൂരെത്തി. പിന്നെ ഇവിടുത്തെ ആളുകളുടെ സാഹിത്യ ഗുരുവായി മാറി എന്ന് പറയാൻ അതിലെനിക്ക് അവകാശപ്പെടുന്നില്ല. പക്ഷെ ഇവിടെ അതായത് 29 വർഷം കഴിഞ്ഞല്ലോ. നിങ്ങൾ തന്നെ ഒരു സാഹിത്യ ആസ്വാദകനായിട്ട് ഞാൻ പിന്നീട് ആവർത്തിക്കുക, ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമേ വീക്ഷിക്കാവൂ. ഞാനൊരു സാഹിത്യകാരനല്ല. അല്ല സാറ് പക്ഷെ ECA സാഹിത്യവേദിയുടെ നേതൃത്വത്തിലിരിക്കുന്ന സമയത്ത് അവിടെ കുറെ നല്ല മാറ്റങ്ങൾ വരുത്തിയതായിട്ട് കേട്ടു. അവിടെ ഞങ്ങള് കേരളത്തിൽ നിന്നുള്ള നല്ല പ്രധാനപ്പെട്ട എഴുത്തുകാരെ, സാഹിത്യകാരന്മാരെയൊക്കെ കൊല്ലത്തിലുള്ള ആളെ, വളരെ പ്രധാനപ്പെട്ട ആളെ കൊണ്ടുവരും. ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ പ്രസംഗിക്കും. അങ്ങനെ
അവിടെ ഈ ദേശീയ സാഹിത്യവേദി നല്ല ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്, ചർച്ചായോഗങ്ങളും കഥ കവിതയൊക്കെ അവതരിപ്പിക്കാറ്. അക്ഷരസ്വാദ് സാറ് വന്നപ്പോഴാണ് സജീവമായിട്ട് അപ്പള. അതിന് മുമ്പുണ്ടായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്നു. അതിന്റെ തമാശ എന്താണെന്ന് വെച്ചാൽ അത് പുരോഗമിച്ച് അതില് ചെറുപ്പക്കാർ വന്നു. അപ്പോ അതിൽ നല്ല മിടുമിടുക്കത്തികളുണ്ട്. ഞങ്ങളൊക്കെ ഔട്ടായി. ആദ്യം തന്നെ ശ്ലോകം ചെല്ലുമ്പോ അവരുടെ നല്ല ശബ്ദമല്ലേ, ഞങ്ങളെല്ലാവരുടെയും ശബ്ദം വളരെ മോശമല്ലേ. അല്ല, പക്ഷെ നിങ്ങൾക്ക് നിരവധി ശ്ലോകങ്ങള് കാണാപ്പാടും അവർക്ക് അറിയുന്ന നല്ല മിടുമിടുക്കത്തികളുമാരായിട്ടുള്ള ആളുകൾ പിള്ളേരുണ്ട്. അതൊരു നല്ല ഒരു സദസ്സായിട്ട് ഇന്ന് നിലനിൽക്കുന്നു. ഇപ്പൊ നല്ല അത്ഭുതമാണ്. ആദ്യം ഞങ്ങൾക്ക് 3-4 ആളുണ്ടാകുമ്പോ ഇപ്പൊ 10-15 ആള് വരും. അതില് 2-3 ചെറുപ്പക്കാരുണ്ട്. അവര് ഞങ്ങളൊക്കെ തപ്പി പൊടിയാക്കി. ശ്രീ കൊമ്പൻ ആന്റണിയുമായി ശ്രീ KR കിഷോർ നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ 1ാം ഭാഗം പൂർണ്ണമാകുന്നു.